ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു Q&A വീഡിയോ നമ്മൾ ചെയ്യാൻ ഉള്ളതായിട്ടായിരുന്നു ആ ഒരു വീഡിയോ. അപ്പം ഇന്ന് ആ Q&A വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ല, ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്ന് പറയാമോ അമ്മയ്ക്ക്? അച്ഛൻ എവിടെയെന്ന്. അച്ഛൻ എവിടെ, അച്ഛനെ വീഡിയോസിലൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അച്ഛനെ ഒരുപാട് വീഡിയോസിൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതിന്റെ റീസൺ പറഞ്ഞു കൊടുക്ക്. അച്ഛൻ രാവിലെ 7 മണിക്ക് കടയിൽ പോകും. തിരിച്ചച്ഛൻ 9 മണിയാവുമ്പോൾ അച്ഛൻ തിരിച്ചു വരണം. അതാ. പിന്നെ ഞാൻ വൈകുന്നേരത്ത് 5 മണിക്ക് കടയിൽ പോകും. ഞാൻ വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് തിരിച്ചു വരണം. അതുകൊണ്ടാണ് ഒത്തിരി വീഡിയോസ് എടുക്കാൻ പറ്റാത്ത. അതുപോലെ നമ്മളൊക്കെ എണീക്കുന്നതിന് മുമ്പേ അച്ഛൻ കടയിൽ പോകും. ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് പച്ചക്കറി കട ഉണ്ട്. അപ്പം അച്ഛൻ രാവിലെ അച്ഛൻ പോകും. അതുകൊണ്ടാണ് നിങ്ങൾ അച്ഛനെ വീഡിയോസിലൊന്നും കാണാത്തത്. അപ്പം ഇനി എന്തായാലും മാക്സിമം നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അച്ഛനെ വെച്ചിട്ട് ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛന് അവധിയില്ല. അതാണ്, ഇന്ന് ഹർത്താലാണ്. പക്ഷെ എന്നാലും അച്ഛൻ കടയിൽ പോകും. അതാണ് അച്ഛൻ. കട വിട്ടൊരു ജീവിതം അച്ഛനില്ല. അപ്പം ഇതാണ് അച്ഛൻ എവിടെ, അച്ഛനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഉത്തരം അല്ലേ. ഇനി നിങ്ങളുടെ വീട്ടിൽ ശരിക്കും എത്ര പേരുണ്ട്? അച്ഛൻ, അമ്മ, ഞാൻ, ഏട്ടൻ, മോൻ, അശേച്ചി, ഷിനുവണ്ണൻ, കൊച്ചുങ്ങൾ 2 പേര്, 9 പേര്. ഈ വീട്ടിൽ മൊത്തം 9 പേരാണ് ഉള്ളത്. അപ്പം അതിൽ 9 പേരിൽ എൻ്റെ ഹസ്ബൻഡ് പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഹസ്ബൻഡ് ഒഴിച്ച് ഇപ്പം നിലവിലുള്ളത് 8 പേര്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ചേട്ടന്മാരുടെയും ജോലിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 2 ചേട്ടന്മാരുടെയും ജോലി, അതിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു സീഫെയറാണ്. അപ്പം ഷിപ്പിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പം ആള് പുറത്താണ്, ബ്രസീലിലാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാമത് ഇവിടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ജോലി എന്ന് പറയുന്നത് ബിസിനസ്സാണ്. തട്ടുകടയുണ്ട്, നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അങ്ങനത്തെ ബിസിനസ്സാണ് ചേട്ടൻ്റെ ജോലി. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ഫാമിലിയാണ്, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലി എന്നൊക്കെ. താങ്ക് യു സോ മച്ച്. ഇനിയും നമ്മളെ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. നമ്മളെ വീട് എവിടെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വീടെന്ന് പറയുമ്പം കിഴക്കും ഭാഗം കടയ്ക്കൽ കഴിഞ്ഞിട്ട് കിഴക്കും ഭാഗം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വീണ്ടും അകത്തോട്ട് വന്ന് ബൗണ്ടർ മുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വീട്, കൊല്ലം ജില്ലയിൽ. ഓക്കെ. ഹസ്ബൻഡിന് എത്ര സിബ്ലിങ്സ് ഉണ്ടെന്നാണ് അടുത്ത ചോദ്യം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് എത്ര സിബ്ലിങ്സ് ഉണ്ട്? അവർ 3 പേരാണ്. ചേട്ടനുണ്ട്, 2ാമത്തെ ആൾ എൻ്റെ ഹസ്ബൻഡ്, 3ാമത്തെ ആൾ രേവതി എൻ്റെ നാത്തൂൻ അല്ലേ. അവർ 3 പേരാണ് കേട്ടോ. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നോർമൽ നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ളത് പോലെയാണ്. ബട്ട് എൻ്റെ അമ്മയ്ക്ക് മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല. ബട്ട് ഇവിടുത്തെ അമ്മയ്ക്ക് മേക്കപ്പ് ഒക്കെ ഇഷ്ടമാണ്. ഈ വീഡിയോയിലൊക്കെ കാണാൻ മേക്കപ്പൊക്കെ ഇഷ്ടമാണെന്ന് ഈ വീഡിയോയിലൊക്കെ കാണാൻ അതിനെക്കുറിച്ച് പറയുമോ? മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. നല്ലപോലെ ഒരുങ്ങി നടക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം, മക്കളെ ആഗ്രഹം, അച്ഛൻ്റെ ആഗ്രഹം. അപ്പം അച്ഛൻ ഏത് ഡ്രസ്സ് ഇട്ടാലും എങ്ങനെ ഒരുങ്ങിയാലും അച്ഛന് അതാണ് ഇഷ്ടം. അല്ലാതെ ഒരുങ്ങാതെ ഏതെങ്കിലും ഡ്രസ്സ് വലിച്ചു വാരി ഇടുന്നതോ അതൊന്നും ഇഷ്ടമല്ല. നല്ല അത് അമ്മയായാലും മക്കളായാലും മരുമക്കളായാലും ആരായാലും എപ്പോഴും ഒരുങ്ങി നല്ല നീറ്റായിട്ട് നടക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. നമുക്ക് ആ ഡ്രസ്സ് ഇട്ടുകൂടാ, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൂടാ, അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പം എങ്ങനെ വേണോ, ഇപ്പം നമ്മൾ മേക്കപ്പിൻ്റെ അരിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ മേക്കപ്പ് ചെയ്ത് നടക്കാം. അങ്ങനെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഈ വീട്ടിലില്ല. നന്ദന ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ M.Com ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ.
എനിക്ക് സത്യമായിട്ട് ഒരു ഡൗട്ടുണ്ട്, അമ്മായിയമ്മ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണോ അതോ റിയലി ഇങ്ങനെ ഒരുമാതിരി ഇറിറ്റേറ്റഡ് പേഴ്സൺ ആണോ? ലുക്കിൽ ഒരു പാവമാണ്, പിന്നെ ആറ്റിറ്റ്യൂഡിൽ നല്ല ജോളി ഫ്രണ്ട്ലി, ഡോട്ടർ ഇൻ ലോസിന് എന്തും ഓപ്പണായി പറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ആക്ച്വലി അമ്മായിയമ്മ ഇങ്ങനെ തന്നെയാണ്. ഇത് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന, വീഡിയോയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ വേറൊരു പേഴ്സൺ ആവേണ്ട കാര്യമില്ല. സോ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ആക്ച്വലി അമ്മയും ഇങ്ങനെയാണ്, നമ്മളും ഇങ്ങനെയാണ്. എല്ലാവരും വീഡിയോയിൽ എന്ത് കാണുന്നോ അത് തന്നെയാണ് നമ്മൾ. കറക്റ്റ്. അമ്മായിയമ്മയോട് ഓപ്പണായിട്ട് എന്തും പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. എന്തോന്ന് ചോദ്യം, നീരവര് ഓപ്പണായിട്ട് പറയാൻ ഒന്നുമില്ല. സത്യം, അത്രയ്ക്കാണ് ഓപ്പൺ. ഞാൻ എന്തരമ്മ എന്നാൾക്ക് വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോ എൻ്റെ കൂടെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് ഞാൻ പറയണേങ്ങാട്ട് ശരിയാവില്ല. അപ്പൊ പറഞ്ഞു ഇപ്പൊ കവാല അടിച്ചു പൊട്ടിക്കും, മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കും. മൂക്കാമണ്ടയ്ക്കൊന്നും അത്ര വിലയില്ല ഇപ്പൊ കേട്ടാ. അമ്മയുടെ ഹസ്ബൻഡിനെ കാണുന്നില്ലല്ലോ, അതെന്താ കാണിക്കാത്ത? പിന്നെ അമ്മ എപ്പോഴും ഹാപ്പിയാണ്, നല്ല മരുമക്കളെ കിട്ടിയത് കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ഞാൻ നല്ല അമ്മായിയമ്മ ആയതുകൊണ്ട്. ഒരാള് മാത്രം നന്നായാ പറ്റൂല, രണ്ടു കൂട്ടരും നന്നായാലേ പറ്റുള്ളൂ. അമ്മ പൊളിയാ, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു അമ്മായിയമ്മയെ കിട്ടിയത് നിങ്ങൾ രണ്ട് മരുമക്കളും ലക്കിയാണ്. കറക്റ്റ്. സിസ്റ്റേഴ്സ് ആണോ? ഇടി. ജോബ് എനിക്ക് ഏട്ടത്തേക്കും പ്രത്യേകിച്ച് ജോബൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ കോളേജസിൽ പോകുന്നുണ്ട്. ഏട്ടത്തി ഒരു ബ്യൂട്ടീഷ്യനാണ്. പിന്നെ അല്ലാണ്ട് വേറെ ജോലിയൊന്നുമില്ല. അമ്മ തട്ടുകടയിൽ പോകണുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് തട്ടുകട. വേറൊരു വേറൊരു കമൻറ്റ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടുന്ന ഒരു റീൽ ഇടാമോ എന്ന് ചോദിച്ചേക്കുന്നു. അത് വലിയ പാടായിരിക്കും, എന്തിനാണ് വെറുതെ. അതും കണ്ട് രസിക്കല്ലേ. അത് പിന്നെ അത് റിയലെങ്ങാനും ആയാലാ മനുഷ്യന്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോട്ട്. അതാണ്. ഓക്കെ, കൂടുതൽ പേരും നമ്മുടെ കമൻറ്റിൽ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ എവിടെയെന്നാണ്. അപ്പം അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫാമിലി ഇതാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട്, ഇത് ചെറിയൊരു Q&A വീഡിയോ ആണ്. നമ്മൾ കുറച്ചും കൂടെയൊക്കെ ആയിട്ട് നല്ല വലിയൊരു Q&A വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഭയങ്കര ഇടി.